ഹലോ, എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഇന്നൊരു ചെറിയ കിച്ചൺ റിനോവേഷനാണ് കാണിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ പഴയ കിച്ചൺ. ഇതൊരു 20 ഇയേഴ്സ് മുന്നേ പണിത കിച്ചണാണ്. ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് കോൺക്രീറ്റ് സ്ലാബാണ്. അതിൻ്റെ മുകളിൽ മാർബിളാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ കബോർഡ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാർബിൾ ഒട്ടിക്കുമ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വർഷം കഴിയുമ്പോൾ അതങ്ങ് പായൽ പോലെ വരും. പിന്നെ എത്ര ക്ലീൻ ചെയ്താലും അത് ക്ലീനായിട്ട് കിട്ടത്തില്ല, ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. സോ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ മാർബിൾ ഒന്ന് മാറ്റിയിട്ട് ഗ്രാനൈറ്റ് ആക്കുക. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും മുകളിൽ ചെയ്യുന്നില്ല. നമ്മുടെ ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ബിനോയ് മാർബിൾസ് എന്നാണ് ഗ്രാനൈറ്റും ടൈൽസും എടുത്തത്. ഇതാണ് ഫസ്റ്റ് ഡേ വന്നിട്ട് മുന്നേ വോളിലുണ്ടായിരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ മാർബിൾ എടുത്ത് മാറ്റിയിട്ടില്ല. ഈ മാർബിളിൻ്റെ മുകളിൽ കൂടെ ഗ്രാനൈറ്റ് ഒട്ടിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് മുന്നേ ഇത്ര ടൈൽസേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം കുറച്ചുകൂടെ കയറ്റി ഒട്ടിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഗ്രാനൈറ്റ് അളന്ന് മുറിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഡേയിലത്തെ വർക്കാണ് ഇത്രയും. ഫസ്റ്റ് ഡേ ഈവനിങ് ആയപ്പോൾ ഗ്രാനൈറ്റും ഇട്ടിട്ടുണ്ട്, പിന്നെ താഴെ ടൈൽസും ഇട്ടിട്ടുണ്ട്. താഴെ കണ്ടോ, കുറച്ച് പോർഷൻസ് ടൈൽസ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ കാണാം. ഇനി സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഈ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും അവരുടെ വർക്ക് കംപ്ലീറ്റ് ആയി. സിങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ഗ്രാനൈറ്റും കണ്ടോ ടൈൽസും ഇട്ടു. അതുപോലെ തന്നെ താഴെയൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സിങ്ക് കേട്ടോ നമ്മൾ വാങ്ങി വെച്ചത്. ഒരു കേർവ് ഷേപ്പുള്ള സിമ്പിൾ ഒരു സിങ്ക്. ഇത് വന്നിട്ട് തേർഡ് ഡേ ആണേ. താഴെ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ടൊരു 5 ദിവസത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിനോവേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും മുകളിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ താഴെയാണ് ക്യാബിനറ്റ്സ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ 2 വെച്ചിട്ടുണ്ട്. അതായത് ഈ മുകളിലെ 2 വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. ഞാനത് തുറക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കിച്ചൺ ക്യാബിനറ്റ്സ് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമാണ് കേട്ടോ. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് വന്നിട്ട് ബ്ലാക്ക് ഗോൾഡൻ ഗാലക്സിയാണ് ഇട്ടേക്കുന്നത്. ആ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ വിൻഡോസിൻ്റെ താഴെ ഇട്ടേക്കുന്നത്. കണ്ടോ. ഇനി വന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ വോളിൽ ഇട്ടേക്കുന്നത് വൈറ്റ് ആൻഡ് ആഷ് കളർ ടൈൽസാണ്. ഇവിടെ ഒരു ബോക്സ് ആയിട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിണറിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സ് ആയിട്ട് അത് വെച്ച്. ഇതിൻ്റെ സിങ്ക് വന്നിട്ട് ഒരു കേർവ് ഷേപ്പിനുള്ളതാണ് കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പത്തിന് സ്ക്വയറിനെക്കാട്ടിയും എനിക്ക് കേർവ് ഷേപ്പാണ് ഇഷ്ടം. അപ്പം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഫ്ലോറൊക്കെ വന്നിട്ട് മാർബിൾ, അത് മുന്നേ ഇട്ടിരുന്ന മാർബിൾ, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് കുറവാണ്. ഇത് മുന്നേ ചെയ്തതല്ലേ, പണ്ട് ചെയ്ത ആ ഒരു എന്താ പറയുക കോൺക്രീറ്റ് സ്ലാബൊന്നും മാറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ കിച്ചൺസിനൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും കൗണ്ടർ ടോപ്പിന്. പക്ഷേ നമുക്ക് ഈ ഹൈറ്റ് ഓക്കെയാണ്. നമ്മുടെ ഹൈറ്റ് വെച്ച് നോക്കിയിട്ടല്ലേ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് കേട്ടോ കബോർഡ്സിനുള്ളിൽ. ഇതേ ഇവിടെ ഒരു കട്ട്ലറി യൂണിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്സ് വെക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേണ്ട പാത്രങ്ങളൊക്കെ വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വന്നിട്ട് മുകളിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, അവിടെ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടെന്ന് കണ്ടോ. അപ്പോൾ അതിനെ കവർ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ വിൻഡോസൊക്കെ വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്. നേരത്തെ ബ്രൗൺ ആയിരുന്നല്ലേ. അപ്പോൾ ശരി, ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് റിനോവേഷൻ പരിപാടി. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.